ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഒരു സുഖേ എന്താണെന്നല്ലേ എന്ത് സാധനം അവർക്ക് ഇങ്ങനെ യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ അതുണ്ടാക്കുന്ന വീഡിയോ ഉണ്ടാവും. പണ്ടൊക്കെ നമ്മൾ 10 രൂപ ഇട്ട കാത്തിരിക്കുക ഇതുപോലത്തെ സ്റ്റിക്കേഴ്സൊക്കെ വാങ്ങുക, ഷൈൻ ചെയ്യുക, ബുക്കിലൊട്ടിക്കുക. ആ ബുക്കിലൊട്ടിച്ചില്ലെങ്കിലും നമ്മളിങ്ങനെ സൂക്ഷിച്ച് വെക്കും, അതൊരു രസമാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇത് വല്ലതും അറിയണം. എന്തുണ്ടെങ്കിലും യൂട്യൂബിൽ അങ്ങോട്ട് അടിച്ചു കൊടുക്കുക, അതിൻ്റെ വീഡിയോ കാണാൻ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുള്ള ഈ ഐറ്റം നമ്മൾ പരീക്ഷിക്കുകയാണ്, എങ്ങനെയാകുന്നൊന്നും അറിയില്ല. അപ്പോൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ നമ്മൾ സിമ്പിളായിട്ടുള്ള പിക്ചേഴ്സാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് എല്ലാവർക്കും അറിയുണ്ടാവും, പറഞ്ഞേണ്ട ആവശ്യമില്ല. പിൻട്രസ്റ്റിൽ നിന്ന് ട്രേസ് ചെയ്ത് വരച്ചെടുത്തതാണ്. കുറച്ച് സ്റ്റിക്കേഴ്സ് ഉള്ളൂ, സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് എങ്ങനെ ഉണ്ടാവും നോക്കാം. അപ്പോൾ ഇതുപോലെ വരച്ചെടുത്ത ഔട്ട്ലൈനൊക്കെ കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ സെല്ലോ ടൈപ്പ് ഒട്ടിച്ചിട്ട് മൊത്തത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതുപോലെ സെല്ലോ ടൈപ്പ് ഇങ്ങനെ കമഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് സ്റ്റിക്കേഴ്സൊക്കെ വെച്ച് കൊടുക്കുക. നമ്മുടെ ക്ലേ വെച്ചിട്ടുള്ള കിച്ചൺ സെറ്റിൻ്റെ സീരീസ് ഒന്നും നമ്മൾ നിർത്തിയിട്ടില്ല കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തില്ലെങ്കിൽ മൊത്തത്തിൽ അതിൻ്റെ ഒരു മയമായി പോവും. അപ്പോൾ ഇതെന്താ കുറച്ച് എന്നിട്ട് സെല്ലോ ടാപ്പ് കുറച്ച് കാണുന്ന തരത്തിൽ വിട്ടിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതുപോലെ ഒരു ട്രാൻസ്പാരൻറ്റ് ഷീറ്റോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് അതിലേക്ക് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഡെസ്ക് ആകെ അലങ്കുലായി കിടക്കണം, അതൊന്നും ശ്രദ്ധിക്കണ്ട. വരും വീഡിയോയിൽ നമുക്കൊരു മേക്ക് ഓവറൊക്കെ ആകാം. അപ്പോൾ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരും. ഒരു ഷോക്ക് വേണ്ടി കവായ് സ്റ്റിക്കേഴ്സിനും കൂടി എഴുതിയിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് അതിന് മുകളിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ കവായ് സ്റ്റിക്കേഴ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബുക്കിൽ ഒട്ടിച്ചു കൊടുത്ത് കുഞ്ഞൊരു ജേണൽ എഴുതാം. സംഭവം എന്തായാലും അടിപൊളിയാണ് കേട്ടോ. SP അതൊന്നും പറയല്ല, എനിക്കിത് വർക്കിംഗ് ആണ്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർക്കും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് നല്ല പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.